എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലവർഷം 1202 ആണ്ട് വരികയാണ്. ഈ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ പ്രബല ഗ്രഹങ്ങളുടെ വലിയ ഒരു മാറ്റങ്ങളൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ വർഷം ധനുരാശിക്കാർക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് എങ്ങനെയുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത്? നിങ്ങളുടെ തൊഴിൽ, ബിസിനസ്, സാമ്പത്തികം, കുടുംബജീവിതം, അതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത്? ഇതിനെപ്പറ്റിയുള്ള വളരെ വിശദമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ വർഷത്തെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാരണം ഈ വർഷത്തെ നിങ്ങളുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ്. 2026 ഒക്ടോബർ 31 വരെ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. അതിനുശേഷം 2027 ജനുവരി 24 വരെ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. തുടർന്ന് വീണ്ടും വക്രഗതിയിൽ കർക്കിടകത്തിലേക്കും ജൂൺ 25 ശേഷം പൂർണ്ണമായും ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ നാലാം ഭാവമായ മീനൻ രാശിയിൽ തുടരുന്നു. അർത്താഷ്ടമ ശനികാലമാണ്. അതിനുശേഷം 5-ാം ഭാവമായ മേടൻ രാശിയിലേക്ക് രാശി മാറും. ഡിസംബർ 5 ശേഷം രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ സങ്കീർണമായ ഗ്രഹസ്ഥിതി ധനുരാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ഓരോ വിഭാഗമായിട്ട് പരിശോധിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് തൊഴിൽ മേഖലയെക്കുറിച്ചാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് 1202 ആണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്തെ വലിയ സമ്മർദ്ദങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടേണ്ടി വരാം. കേതുവിൻ്റെയും 4-ാം ഭാവത്തിലെ അർത്താഷ്ടമ ശനിയുടെയും ഒക്കെ സ്വാധീനം ജോലിസ്ഥലത്ത് അനാവശ്യമായ തർക്കങ്ങൾക്കും അതുപോലെ പദവിയുടെ മാറ്റങ്ങൾക്കുമൊക്കെ കാരണമാകാം. അർത്താഷ്ടമ ശനിയുടെയൊക്കെ സ്വാധീനത്താൽ നിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ സ്ഥലം മാറ്റങ്ങളോ അല്ലെങ്കിൽ ജോലിഭാരമോ ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടാം. ഒക്ടോബർ 31 ശേഷം മാറ്റങ്ങൾ ഉണ്ടാകും. വ്യാഴം ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതോടെ കാര്യങ്ങൾ അനുകൂലമായി മാറ്റം കണ്ടു തുടങ്ങും. തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ജാഗ്രത പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും പ്രകോപിച്ചാൽ പോലും ജോലി രാജിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ജൂണിന് ശേഷം ശനി 5-ാം ഭാവത്തിലേക്കൊക്കെ രാശി മാറുന്നതോടെ തൊഴിൽ രംഗത്തെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി മാറുകയും നിങ്ങൾക്ക് അർഹമായ പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവയൊക്കെ തേടി വരികയും ചെയ്യുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവരുടെ കാര്യം നോക്കിയാൽ സമ്മിശ്ര ഫലങ്ങളാണ് ഈ വർഷം ലഭിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നത് ഒട്ടും അനുയോജ്യമല്ല. വ്യാഴം 8-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ പണം എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. എന്നാൽ 2026 ഡിസംബറിലെ രാഹു കേതുക്കളുടെ മാറ്റവും ഒക്ടോബർ നവംബർ മാസത്തിലെ വ്യാഴമാറ്റവും ഒക്കെ ബിസിനസ്സിലെ പുതിയൊരു ഉണർവ് നൽകും. പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനുമൊക്കെ ഈ കാലയളവ് സഹായിക്കുന്നതാണ്. വിദേശത്തുമായി ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് 2027 ജനുവരി വരെയുള്ള സമയം മികച്ച ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ധനുരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വർഷം വരവും ചെലവും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. 2026 ഡിസംബർ 5 രാഹു ധനഭാവമായ 2-ാം ഭാവത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അസ്ഥിരതയൊക്കെ ഉണ്ടാക്കാം. പെട്ടെന്നുള്ള ചിലവുകളൊക്കെ വന്നു ചേരാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കായിട്ടൊക്കെ പെട്ടെന്ന് ഉള്ള ചിലവുകളൊക്കെ വരാം. അതുപോലെ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടും പണം ചിലവാകാൻ സാധ്യതയുണ്ട്. ബാങ്ക് ലോണുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വർഷത്തിൻ്റെ മധ്യഭാഗത്തോടെ അതൊക്കെ പാസ്സായി കിട്ടും. എന്നാൽ ചിന്തിക്കാതെ മറ്റുള്ളവർക്കൊക്കെ ജാമ്യം നിൽക്കുന്നതോ കടം കൊടുക്കുന്നതോ പൂർണ്ണമായും ഒഴിവാക്കണം. ഒക്ടോബർ 31 മുതൽ ജനുവരി 24 വരെയുള്ള സമയത്തും പിന്നീട് 2027 ജൂണിന് ശേഷവും ഭാഗ്യാനുകൂലത്താൽ അപ്രതീക്ഷിത ധനലാഭം, അതുപോലെ പൂർവിക സ്വത്തിൻ്റെ വിഹിതം എന്നിവയൊക്കെ ലഭിക്കാനും യോഗമുണ്ട്.
കുടുംബജീവിതത്തിൽ നോക്കിയാൽ ഈ വർഷം ധനുരാശിക്കാർക്ക് 4-ാം ഭാവത്തിലെ അർത്താഷ്ടമ ശനിയുടെയൊക്കെ സ്വാധീനം കാരണം കുടുംബത്തിലെ ചെറിയ അസ്വാരസ്യങ്ങൾക്കും സമാധാനക്കുറവും ഒക്കെ ആദ്യ മാസങ്ങളിലൊക്കെ ഉണ്ടായേക്കാം. ഡിസംബറിന് ശേഷം രാഹു 2-ാം ഭാവത്തിലൊക്കെ എത്തുന്നതിനാൽ സംസാരത്തിലെ കടുംപിടുത്തങ്ങളൊക്കെ ഒഴിവാക്കണം. നിങ്ങളുടെ ചില വാക്കുകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കൊക്കെ കാരണമാകാനും സാധ്യതയുണ്ട്. ദീർഘനാളായി വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന ധനുരാശിക്കാർക്ക് 2026 ഒക്ടോബർ ഒടുവിലും 2027 ജൂണിന് ശേഷവും വിവാഹകാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനമാകുന്നതാണ്. വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറുന്ന സമയങ്ങളിൽ ദമ്പതികൾക്ക് സന്താനഭാഗ്യം സിദ്ധിക്കുന്നതാണ്. കുട്ടികളുടെ പഠനകാര്യങ്ങളിലും പുരോഗതി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് പരസ്പര ധാരണയോടെ മുന്നോട്ടൊക്കെ പോകാനും സാധിക്കും. എന്നാൽ അനാവശ്യ സംശയങ്ങൾ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വർഷം കഠിനാധ്വാനത്തിൻ്റെ ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. 4-ാം ഭാവത്തിലെ ശനി പഠനത്തിൽ ശ്രദ്ധക്കുറവും മടിയും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തോ അന്യസംസ്ഥാനത്തോ ഒക്കെ പോയി ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷത്തിൻ്റെ 2-ാം പകുതി, പ്രത്യേകിച്ച് ഒക്ടോബർ 31-ന് ശേഷം വളരെ അനുകൂലമായിരിക്കും. മത്സര പരീക്ഷകൾക്കും എൻട്രൻസ് പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനമൊക്കെ ചെയ്താൽ മാത്രമേ മികച്ച വിജയം നേടാൻ സാധിക്കൂ. ഗ്രഹങ്ങളുടെ ആനുകൂല്യമൊക്കെ കുറവുള്ള സമയമായതിനാൽ മടിയൊക്കെ മാറ്റിവെച്ച് പഠനത്തിലൊക്കെ കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ്. ഇനി ധനുരാശിക്കാരുടെ ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വർഷം ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അർത്താഷ്ടമ ശനി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നൽകിയേക്കാം. അതുപോലെ 8-ലെ കേതു വരുന്നത് ഇതൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം. അസ്ഥി സംബന്ധമായ രോഗങ്ങളെ, സന്ധിവാതം, ദഹനപ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ എന്നിവയൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട്. വാഹനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗതയൊക്കെ ഒഴിവാക്കുക. രാത്രികാല യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അനാവശ്യമായ ചിന്തകളും മാനസിക സമ്മർദ്ദവും ഒക്കെ ഒഴിവാക്കാൻ യോഗ, ധ്യാനം എന്നിവയൊക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ പറഞ്ഞ ദോഷഫലങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കുന്നതിനും അനുകൂല ഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുമായി ധനുരാശിക്കാർ ചെയ്യേണ്ട ലളിതമായ ഗ്രഹദോഷ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അർത്താഷ്ടമ ശനിയൊക്കെ നിലനിൽക്കുന്നതിനാൽ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുകയോ എള്ളുതിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശനിദോഷ ശമനത്തിന് ഉത്തമമാണ്. വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ മാറാൻ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും നെയ്വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ഗുണം ചെയ്യും. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചകളിലോ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുക. നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതും ദോഷങ്ങളൊക്കെ അകറ്റാൻ സഹായിക്കുന്നതാണ്. പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെയും ഈശ്വരവിശ്വാസത്തോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ ധനുരാശിക്കാർക്ക് ഈ 1202-ാം ആണ്ട് വിജയകരമാക്കി മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.